ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ മാഗീനെ കൊണ്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ. മാഗിയും ചിക്കനൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സാണ്. വൈകുന്നേരത്തെ ചൂട് കട്ടനോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നും കൂടിയും പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് കിടക്കാം. ഞാനിവിടെ ഇപ്പി മാഗിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 5 പാക്ക് ഇപ്പി മാഗിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടിയും ഒഴിച്ച് വെള്ളം തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ വെള്ളമൊക്കെ ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാഗി ഇട്ട് കൊടുക്കാം. അതിനുശേഷം മാഗി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് നമ്മുടെ മാഗിയുടെ മസാലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 പാക്കറ്റ് മാഗിയുടെ മസാലയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. നമ്മുടെ മാഗിയൊക്കെ ഇപ്പോൾ ഇവിടെ ബോയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് ഞാനിവിടെ 4 പീസ് ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഒരു 10 മിനിറ്റ് മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ് കേട്ടോ. ചിക്കനൊക്കെ നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഈ ഓയിൽ തന്നെയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കുന്നത്. 1 ടേബിൾ സ്പൂൺ പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സവാളയൊക്കെ നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി ആഡ് ചെയ്ത് കുറച്ച് ഓയിലും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ നേരത്തെ മാഗിയുടെ മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മാഗി ബോയിൽ ചെയ്യുമ്പോൾ 2 പാക്കറ്റേ ഇട്ടിട്ടുള്ളൂ. ഇതിലേക്ക് 3 പാക്കറ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് പീസാക്കി ഇട്ടിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിച്ചപ്പും കൂടിയും ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാഗിയുടെ മസാല ചിക്കനിലിടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റുള്ള സ്നാക്സാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മസാലയൊക്കെ നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച മാഗിയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മാഗിയുടെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ചിക്കൻ്റെ മസാല പിടിക്കണം. ഇനി നമ്മുടെ മാഗിക്ക് ഒരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മുടെ മാഗിയുടെ മസാലയിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സ്നാക്സ് ഉണ്ടാക്കുന്നത് കാരയിലാണ് കേട്ടോ. കാര ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നല്ലവണ്ണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ എല്ലാ ഭാഗത്തേക്കും നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാഗിയുടെ മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലായിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അടിഭാഗം ഫ്രൈ ആയി വന്നതിനോ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ മാഗിയൊക്കെ 2 സൈഡും നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട അടിപൊളി സ്നാക്സാണ്. കുട്ടികൾക്ക് മാഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ ഈ സ്നാക്സ് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമ്മുടെ ഈ സ്നാക്സിൻ്റെ കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പും കൂടി കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. സൂപ്പർ ടേസ്റ്റ് ഉള്ളതായിരിക്കും. ചൂട് കട്ടനോടൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സാണ്. ഗസ്റ്റൊക്കെ വന്നാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സാണ്. ചിക്കൻ്റെയും മാഗിൻ്റെയും ഒക്കെ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത്
ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.